അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 34. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സ്വദഖല്ലാഹു മൗലാനൽ അദീം വസ്വദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ആരംഭിക്കുന്നത് സൂറത്തുൽ മാഊനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കലും എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലലും 5 നേരം നിസ്കരിക്കലും റമദാൻ മാസം നോമ്പ് നോൽക്കലും മാത്രമല്ല, മറിച്ച് മതം പരിപൂർണമായി അംഗീകരിച്ചു എന്ന് പറയണമെങ്കിൽ 100% അവനൊരു മുസ്ലിമാണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാടിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും അയാൾ ചെയ്യേണ്ടത് കരുണയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാവണം. കാരുണ്യത്തിൻ്റെ ഉറവ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വറ്റിപ്പോകാൻ പാടില്ല. വരണ്ട ഹൃദയത്തിൻ്റെ ഉടമയാവരുത്. എന്നും പാവപ്പെട്ടവനെ സ്നേഹിക്കാൻ കഴിയുന്ന, അനാഥകളെ ശ്രദ്ധിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് പരോപകാരം ചെയ്യുന്ന മനസ്സിന് മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി നിലനിൽക്കാൻ പറ്റൂ. അവനെ വിശ്വാസിയായി മതം അംഗീകരിച്ചു എന്നതിൻ്റെ പേരിലുള്ള മുഴുവൻ നേട്ടങ്ങളും കിട്ടുകയുള്ളൂ എന്നതാണ് ഈ സൂറ പഠിപ്പിക്കുന്ന പാഠം. ഇൻഷാ അല്ലാഹ് അതിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വിശദീകരിക്കാം. ഓരോ ദിവസങ്ങളിലായി വിശദീകരിക്കാം. ഇന്ന് മൊത്തത്തിൽ ആ സൂറയുടെ ആശയ തലങ്ങൾ ഒന്ന് പറയാം, വിശദീകരണം നേരിട്ടുള്ള അർത്ഥതലം ഒന്ന് പറയാം, വിശദീകരണം അടുത്ത ദിവസങ്ങളിലായി നടത്താം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബിയെ, തങ്ങൾക്കറിയുമോ, തങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതം കൊണ്ട് കളവാക്കുന്നവൻ ആരാണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? മതവിശ്വാസിയല്ലാത്തയാൾ ആരാണ്? അല്ലെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്നാണ്. പ്രതിഫലം കൊണ്ട് കളവാക്കുന്നവൻ, അതായത് മതങ്ങളുടെ അടിസ്ഥാനം പ്രതിഫലം എന്നതാണ്. ദീനുൽ ഇസ്ലാമിൽ നാം വിശ്വസിക്കുന്നത് ആ ദീനുൽ ഇസ്ലാം കൽപ്പിച്ച വിലക്കിയ കാര്യങ്ങൾ അനുസരിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് കരുതിയാണ്. അതുപോലെ തന്നെ മറ്റു മതങ്ങളും നിലനിൽക്കുന്നത് പ്രതിഫലം എന്ന ഒരു സംഗതിയിലാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രതിഫലം അത് സത്യവും, മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്ന പ്രതിഫലം അത് കേവലം ഒരു ഉട്ടോപ്പിയയുമായിരിക്കും, അത് കേവലം മിഥ്യാധാരണയായിരിക്കും. ഇസ്ലാം പച്ചയായ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രതിഫലം കൊണ്ട് കളവാക്കുന്നവനെ നബിയെ തങ്ങൾക്കറിയുമോ? അതായത് ദീൻ കൊണ്ട് കളവാക്കുന്നവനെ. ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അവൻ യതീമിനെ കൈയൊഴിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, സാധുവിൻ്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കാത്തവനുമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, സർവവിധ നാശവും ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിനെ തൊട്ട് അശ്രദ്ധരാകുന്ന, അഥവാ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല.
അശ്രദ്ധരാണ്. തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കും, ചിലപ്പോഴൊന്നും നിസ്കരിക്കില്ല. ഇൻഷാ അല്ലാ വിശദീകരണം നമ്മൾ വയ്യെ പറയും, പിന്നീടുള്ള ദിവസങ്ങളിൽ പറയാം. അല്ലദീനഹും യുറാഊൻ, അവർ ലോകമാന്യത്തിന് വേണ്ടിയാണ്, ലോകമാന്യം കാണിക്കുന്നവരാണവർ, അവർക്കുമാണ് സർവ്വവിധ നാശവും. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ, ജനങ്ങൾക്ക് പരോപകാരം ചെയ്യേണ്ട അടിസ്ഥാന വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവരാണ്. ഒരിക്കലും കത്തി, കൊട്ട, കൈക്കോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവർ. വയംനഊനൽ മാഊൻ, അവരാണ് സത്യത്തിൽ മതം കൊണ്ട് അവിശ്വസിച്ചവർ, അവരാണ് അവിശ്വാസികൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹിയെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ യതീമിനെ സംരക്ഷിക്കുക, സാധു സംരക്ഷണം, അതുപോലെ തന്നെ കൃത്യമായി ബോധപൂർവമുള്ള നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ റിയാ ഇല്ലാത്ത ജീവിതം, പാവങ്ങളെ സംരക്ഷിക്കുക, മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. ഇത്രയും കാര്യങ്ങൾ ഇൻഷാ അല്ലാ തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.